തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. ലംഘനങ്ങളും അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എന്റെ ലംഘനങ്ങളും അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് അഭിഷിക്തനിലൂടെ നമ്മൾ കേട്ടില്ലേ യെശയ്യാവിനെ കുറിച്ച്. ഞാനത് വീട്ടിൽ ചെന്ന് ഞാനൊന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത് ഇങ്ങനെയാണ്. യെശയ്യാവിന് ആ ഒരു തീക്കനൽ കൊണ്ട് അവന്റെ നാവിനെ തൊട്ടു ഇല്ലേ? അതെന്തുകൊണ്ടാ? അവൻ പ്രവാചകനായി ദൈവശബ്ദത്തെ വിളിച്ചു പറയേണ്ടതിന് അവന്റെ നാവിനെ തൊട്ടു. ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നമ്മൾ വർഷിപ്പിലേക്ക് പോവാണ്. ഹല്ലേലൂയ. അവന്റെ നാവിൽ തൊട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് തീയും തീക്കനലും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ തീയും തീക്കനലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? തീ ആളിക്കത്തും, ഒരു കാറ്റ് വരുമ്പോ ഇത് അണഞ്ഞു പോകും, കെട്ടുപോകും. പക്ഷെ തീക്കനൽ അങ്ങനെയല്ല. തീക്കനൽ എന്താണെന്നറിയാമോ? ഇത് എരിഞ്ഞുകൊണ്ടിരിക്കും. അതിനെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചത് സ്പാർക്ക് എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മൾ അടുത്തുകൂടെ പോകുന്ന ഒരുത്തൻ ഈ സ്പാർക്ക് കൊണ്ട് അങ്ങ് കത്തി കയറും യേശുവിന്റെ നാമത്തിൽ. ഹോ ഹല്ലേലൂയ. യെശയ്യാവ് വെറുതെ അല്ല 600 വർഷം ശേഷമുള്ള കാര്യം പ്രവചിച്ചത്. കാരണം അവന്റെ അകത്ത് ഈ തീക്കനലാണ് തൊടുവിച്ചത്. ഈ തൊട്ട തീക്കനൽ അതൊരു മുദ്രയായി തന്നെ ഇരുന്നു. അപ്പൊ നമ്മൾ പാടിയതുപോലെ എന്താണ്? എന്റെ ലംഘനം, ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് ദൈവത്തോട് പറയുമ്പോ ദൈവം പറയാണ്, നിന്റെ പാപത്തെ ഞാൻ എന്നെ എടുത്തു മാറ്റി, പക്ഷേ നിന്റെ അകത്ത് എന്റെ ഒരു മുദ്രയെ പതിപ്പിച്ചിരിക്കുകയാണ്. എന്റെ മുദ്രയുള്ള നീ എന്റെ ശബ്ദത്തെ പുറപ്പെടുവിക്കുന്നവനും എന്റെ ശബ്ദത്തെ പ്രഖ്യാപിക്കുന്നവനും എന്റെ ജയത്തെ പ്രഖ്യാപിക്കുന്നവനും എന്റെ ശബ്ദത്തെ വിളിച്ചു പറയുന്നവനും. ഹല്ലേലൂയ. ദൈവജനം ചേർന്ന നാമത്തിന് ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യെശയ്യാവിന്റെ നാവിന്മേൽ തൊടുവിച്ച ആ തീക്കനൽ ഇന്ന് പരിശുദ്ധാത്മാവ് എന്ന ഹല്ലേലൂയ അഗ്നി കൊണ്ട് നമ്മുടെ മൺപാത്രങ്ങൾ നിറച്ചിരിക്കുകയാണ്. യെസ്, വിശ്വസിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആ ശക്തി എവിടെയാ ഉള്ളത്? നമ്മുടെ മൺപാത്രങ്ങളിൽ. യെസ്, അകത്തെ മനുഷ്യൻ ഒന്ന് എഴുന്നേൽക്കട്ടെ. നമ്മുടെ ജഡ സ്വഭാവങ്ങളൊന്ന് മരിപ്പിച്ച് ഹല്ലേലൂയ അകത്തെ മനുഷ്യനെ തീക്കനൽ കൊണ്ട് യെസ് ഒരു സ്പാർക്ക് പോലെ കത്തിക്കരിക്കുന്ന യെസ് എത്ര പേർക്ക് ഇന്ന് ആ കനലിൽ എരിയുവാൻ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക്? എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ കത്താൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. കാരണം ഞാൻ കത്തിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ടൈം റിവൈവലിന് വേണ്ടിയിട്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഹല്ലേലൂയ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്റെ കർത്താവ് എന്നെ വെറുതെ ജഡത്തിലുള്ളത് വിളിച്ചു പറയാനല്ല, അഭിഷേകത്താൽ ദൈവത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന ചിലതിനെ വെളിപ്പെടുത്താൻ വേണ്ടി, ആ കനലിൽ എരിയാൻ വേണ്ടി, ആ കനൽ വർദ്ധിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ആദരത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ മുഴുവൻ ആളത്വങ്ങളെയും അവൻ കനൽ കൊണ്ട് എരിച്ച്, അവൻ കനൽ കൊണ്ട് പണിത് ഹല്ലേലൂയ ഒരു സ്വർണ്ണത്തെ പുറത്തെടുക്കുന്നത് പോലെ ഹല്ലേലൂയ കീടങ്ങളെ നീക്കിക്കളഞ്ഞ് ഒരു പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, പരിശുദ്ധിയുള്ള ചിലതായി, പരിശുദ്ധിയുള്ള, ആർക്കും ഒരു മലിനതകളും കൊണ്ടിടുവാൻ കഴിയാത്ത പരിശുദ്ധിയുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ യെസ് ലൂബ്രഹസ്മരാധന. ആരുടെയൊക്കെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്, ആരുടെയൊക്കെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്. യെസ് ഹല്ലേലൂയ എക്യുപ്പ് ചെയ്യുന്ന, ഹല്ലേലൂയ എടുത്തുയർത്തുന്ന. നാം താഴ്ചയിലാണ് നമ്മൾ പറയുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നീ താഴ്ചയിലല്ല, നീ ഉയർച്ച പ്രാപിക്കുന്നവനാണ്, നീ ഉയർന്നവനാണ്, നീ സിംഹാസനത്തിൽ ഹല്ലേലൂയ വലത്തുഭാഗത്തായിരിക്കുന്നവന്റെ കൂടെ ഇരിക്കുന്നവനാണ്. ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നവനാണുള്ള വലിയ ബോധ്യം നിങ്ങളുടെ ഉള്ളങ്ങൾ തന്ന ആ ശക്തി നിങ്ങൾ നിറയുകയാണ്. യെസ്, ആ തീക്കനൽ വർദ്ധിക്കട്ടെ, ആ തീക്കനൽ വർദ്ധിക്കട്ടെ. യെസ് ഹല്ലേലൂയ. ഓ ശരബറബ തുലകൾ കമന ദൂഡികർത്ത രഹസ്യ ആ രാജ്യത്വം പ്രാപിച്ചവർ. യെസ്, ആ കിങ്ഷിപ്പ്, ആ ഓണർഷിപ്പ്. ഹല്ലേലൂയ. ലിബർ ഖബറബ ഷാദരെ ലിബർ സിഖോറബ ലബറബ. ഓ തന്റെ
തൻ സ്നേഹം ആശ്ചര്യമേ. എൻ ലംഘനങ്ങളും എൻ അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ പുറത്തെടുക്കുവാൻ വേണ്ടി എൻ ലംഘനങ്ങളും എൻ അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ലോകശയ്യയിലെനിക്കു സഹായകൻ ഗീതവുമാവൻ. ലോകശയ്യയിലെനിക്കു സഹായകൻ ഗീതവുമാവൻ. നല്ല വൈദ്യനും നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമേ ആത്മസാഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനും നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമേ ആത്മസാഖിയുമാവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധനും അവകാശം പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധനും അവകാശം ജ്ഞാനം പ്രാപിപ്പാൻ. ദിവ്യ ആത്മാവാ, ഓ ദിവ്യ ആത്മാവാ, ശക്തീകരിച്ചെന്നെ തൻ സന്നിധിയിൽ നിർത്തേണമേ. ദിവ്യ ആത്മാവാ, ഓ ദിവ്യ ആത്മാവാ, മർക്കോസിന്റെ മാണിമുടി നിറഞ്ഞ ദൈവശക്തി. ഹല്ലേലൂയ. അഗ്നിനാവായിരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ അതരങ്ങളെ സ്പർശിക്കുകയാണ്. ദിവ്യ ആത്മാവാ, അത് പറയുമ്പോൾ ശക്തി പ്രവചനങ്ങളെ വിളിച്ചു പറയുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ലോകത്തെ കീഴടക്കുന്ന പ്രവചന ശബ്ദങ്ങൾ വിളിച്ചു പറയുന്ന ദൈവശക്തി. ദിവ്യ ആത്മാവാ, ഓ ദിവ്യ ആത്മാവാ, ശക്തീകരിച്ചെന്നെയും തൻ സന്നിധി ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. യേശു മാറാത്തവൻ, ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയെത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,
സിയോനിൽ വാണിടുവാനാ വിളിച്ചു തൻ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനാ വിളിച്ചു തൻ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം! ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം! ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്ത, യേശു മാറാത്ത, അതിരകളെ തുറന്ന് യേശു മാറാത്ത, യേശു എന്ന നാമം, ഹല്ലേലൂയ, യേശു എന്ന നാമം. ആ ശക്തി ഒന്ന് പ്രഖ്യാപിക്കാമോ? യേശു എന്ന നാമം. ഓ യേശു മാറാത്തവൻ, യേശു നമ്മെ ചുറ്റിപ്പിടിക്കുന്ന ദൈവശക്തി, നമ്മെ ചുറ്റിപ്പിടിക്കുന്ന ദൈവശക്തി. ഉദരങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന, ശരീരങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലിബർഖോറവസിയ, ലിബ്രഹസ്വരാധന, ലിഗതനഗസിയ, ലാബ്രഹസ്വരോധോ, ലിബസിഖവാരവ, ലിഗതനഗസിയ, ലിബശിഹനഗവാരവ, ലിഗതനഗസിയാരവ, ലിബശിഹനഗസിഖോരവ, ലിഗതനഗവാരവ, ലിബശരിയോ, ലിബശരിയോ, ലാബ്രഹസ്വരാധന, അർത്തുയക്കവാര, ലിഗതനഗസിയാരവ, ലിബസിഖവാരവ, കൂടെയുള്ളവൻ ശത്രു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. ഒരിക്കൽ കൂടി തന്റെ കരുണ എത്രയോ, തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. അതിനെ തുറന്ന് പറയാമോ? തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണ എത്രയോ, തന്റെ കരുണ എത്രയോ, അളവറ്റ കരുണ, അളവറ്റ കൃപ, തൻ സ്നേഹം ആശ്ചര്യമേ. അതിനെ തുറന്ന് തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. എന്റെ ലംഘനങ്ങളും ാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എന്റെ ലംഘനങ്ങളും ആകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. മഹത്വം വെളിപ്പെടട്ടെ, പുകഴ്ച വെളിപ്പെടട്ടെ, ദൈവത്തോടുള്ള ആരാധന. യെസ്, ഹല്ലേലൂയ. ദൈവത്തോടുള്ള മഹത്വം, തേജസ് വെളിപ്പെടട്ടെ, മാനിഫെസ്റ്റ് ചെയ്യട്ടെ. യെസ്, ലുബ്രഹസ്വരാധനരസിയ, ശുഭശരസിയ, ഹല്ലേലൂയ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ അധികമായി, അധികമായി. യെസ്, ലുബ്രഹസ്വരാധനരസിയ, ലിബർഖവാര. ആ ദൈവശക്തിയെ പ്രാപിക്കുവാൻ, ആ ദൈവകൃപയെ പ്രാപിക്കുവാൻ ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങൾ അടങ്ങാത്ത ദൈവശക്തി, ഞങ്ങൾ അടങ്ങാത്ത ദൈവകൃപ ഞങ്ങളുടെ മേൽ അധികമായി. ഓ ശരണ, ഹല്ലേലൂയ.
പാട്ടുകാരൻ പാടുന്നത് പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ കൃപയുടെ നടുവിലേക്ക്, ആ കൃപയാകുന്ന കടലിന്റെ നടുവിലേക്ക് ഞങ്ങൾ ഹല്ലേലൂയ ആകാംക്ഷയോടെ കാത്തിരുന്നുകൊണ്ട് അങ്ങനെ അടുക്കലേക്ക് വരികയാണ്. ഞങ്ങൾ മടങ്ങുകയില്ല അങ്ങനെ കൃപ പ്രാപിക്കാതെ, അങ്ങനെ ഹല്ലേലൂയ വിശുദ്ധി പ്രാപിക്കാതെ, അങ്ങനെ നീതി ലഭിക്കാതെ, ഹല്ലേലൂയ അങ്ങനെ സാന്നിധ്യം ഞങ്ങളിലേക്ക് വരാതെ, അങ്ങനെ ഹല്ലേലൂയ കൃപ ഞങ്ങളിലേക്ക് വരാതെ ഞങ്ങൾ മടങ്ങുകയില്ല. ഹല്ലേലൂയ പാട്ടുകാരോട് ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ പാടുമ്പോൾ ദൈവശക്തി ഹല്ലേലൂയ നിഴലിടുന്ന അത്യുന്നത ശക്തി നിഴലിടുന്ന പകലായി നിൻ പ്രവാഹമെന്നെ, നിൻ പ്രവാഹമെന്നെ ഒഴുകിയിടേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവശക്തിയാകുന്ന, ദൈവകൃപയാകുന്ന, ദൈവ സാന്നിധ്യമാകുന്ന, ദൈവ മഹത്വമാകുന്ന, ദൈവ തേജസ്സാകുന്ന പ്രവാഹം. അത് ഒന്നല്ല, ഒരു പ്രവാഹമായി, ഒരു കടല് പോലെ, ഒരു കടല് പോലെ എടുക്കുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാഹമായി. നിൻ പ്രവാഹമെന്നെ, നിൻ പ്രവാഹമെന്നെ ഒഴുകിയിടണമേ. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ. ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണല്ലേ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ എത്ര പേർ കൃപാവരങ്ങളെ ദൈവം നയിക്കുന്നത് പോലെ ദൈവാത്മാവിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? കൃപ അധികമായി വേണം, കാരണം ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടതിന് കൃപ അധികമായി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്: കൃപാ കടലേ, കടലാകുന്ന കൃപ നിറഞ്ഞ കടലേ, നിന്റെ തീരത്ത് ഞാൻ നിൽക്കുകയാണ് അനേക നാളായിട്ട് കൃപ പ്രാപിപ്പാൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ മടങ്ങുകയില്ല. എൻ്റെ ആവശ്യം ഞാൻ നിന്നോട് അറിയിക്കുകയാണ്. എൻ്റെ ആവശ്യത്തെ ഞാൻ നിന്നോട് അറിയിക്കുന്നത് കൊണ്ട് അനേക നാളുകളായി പ്രാർത്ഥിക്കുകയും ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നാം ആഗ്രഹിക്കുന്ന ചിലതിൻ്റെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന പകലായി, മുദ്ര പതിപ്പിക്കുന്ന പകലായി പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ പറയുകയാണ്: ചില മുദ്രയെ, അടയാളങ്ങളെ, സൂപ്പർ നാച്ചുറൽ സൈൻ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, സൂപ്പർ നാച്ചുറൽ സൈൻ. ഈ ദിവസം ഒരു സൂപ്പർ നാച്ചുറൽ സൈൻ കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ആൾക്കാർ നമ്മളെ നോക്കും. ഈ അടിമകളുടെ മേലെ ഒരു മുദ്ര പതിപ്പിക്കും. എന്താണെന്നറിയാമോ? അവന്റെ അടിമയാണ്, ഒരു യജമാന്റെ അടിമയാണ്. പക്ഷേ ഇത് അടിമയല്ല, മുദ്ര പതിപ്പിച്ച അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പുത്രത്വത്തെ പദവി നൽകി, പുത്രത്വത്തിന്റെ പദവി നൽകി, മുദ്ര പദവി നൽകി, മുദ്ര പതിപ്പിച്ച് നമ്മുടെ നാക്കിനെ, നമ്മുടെ അതരത്തെ, നമ്മുടെ ശരീരത്തെ മുഴുവനായി അശുദ്ധിയെ നീക്കി വിശുദ്ധന്മാരാക്കി മാറ്റിയ ദൈവശക്തി. ആ മുദ്ര ഇതാണ്. ദൈവശക്തി നിങ്ങളുടെ മേൽ നിഴലിടുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ കൃപ കൊണ്ട് നിറഞ്ഞ് ചിലതിനെ ഒന്ന് ആഗ്രഹിക്കാമോ? നിങ്ങളുടെ ഉള്ളങ്ങളിൽ ചിലതിനെ ഒന്ന് ആഗ്രഹിക്കാമോ? ഭൗതികമായതല്ല. നമ്മൾ ആത്മീകമായത് ആഗ്രഹിക്കുമ്പോൾ ഭൗതികമായത് പുറകെ വരും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആത്മീകമായത് ചിലതിനെ പിടിക്കുമ്പോൾ ഭൗതികമായത് ചിലത് പുറകെ വരും. നാം മുകളിലുള്ളതിനെ ആഗ്രഹിക്കുന്നവരാണ്. ഇത് പിന്നെ, കാരണം ഇതിനെ പിടിച്ചാലേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ആഗ്രഹിക്കുന്ന ചിലതിനെ പുറത്തെടുക്കുന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ചിലതിനെ പുറത്തെടുക്കുന്ന പകലായി. യെസ്, ആ പാട്ടുകാരനോട് ചേർന്ന് കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ.
ചിലത് പ്രാപിക്കാതെ മടങ്ങുകയില്ല. മാടൻ മൂങ്ങിൽ നീ വീടും മാടൻ മൂങ്ങിൽ നീ വീടും പ്രവാഹമല്ലേ പ്രവാഹമല്ലേ നിൻ പ്രവാഹമല്ലേ നിൻ പ്രവാഹമല്ലേ ഒഴുകാതിരുന്ന പ്രവാഹമല്ലേ നിൻ പ്രവാഹമല്ലേ നിൻ പ്രവാഹമല്ലേ ഒഴുകാതിരുന്ന പ്രവാഹമല്ലേ പ്രവാഹമല്ലേ നിൻ പ്രവാഹമല്ലേ നിൻ പ്രവാഹമല്ലേ ഒഴുകാതിരുന്ന താപം അനേകം ഞാൻ വീഴ്ത്തിയിടും കണ്ണിൻ കൈപ്പേറിയതാ പാപം അനേകം ഞാൻ വീഴ്ത്തിയിടും കണ്ണിൻ കൈപ്പേറിയതാ. ഒന്ന് ശ്രദ്ധിച്ച്, നമ്മളിത് പാടിയിട്ടുള്ളതാണ്. ഇവിടെ ഞാനിത് പറഞ്ഞിട്ടുമുണ്ട്. ഇത് കുറച്ച് പൊയറ്റിക്കാണ്, നമുക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് അത് മനസ്സിലാക്കിയിട്ട് പാടാം. ഇത് കുറച്ച് പേര് ബിഗിനേഴ്സാണ്, ഇവിടെ നമ്മൾ ഫ്രഷേഴ്സാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തരാം. എനിക്കും വലിയ പിടിയുള്ള ആളല്ല, പക്ഷെ പരിശുദ്ധാത്മ പറയുമ്പോഴാണ് ഞാനും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ പാപം അനേകം കറയധികം. നമ്മൾ ചെയ്തിട്ടുള്ള പാപവും നമ്മൾ ചെയ്തിട്ടുള്ള അകൃത്യങ്ങളും എല്ലാം നാം പാപം ചെയ്തു, ദൈവത്തോട് സെപ്പറേറ്റായി നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു. ആ സമയത്ത് നമ്മൾ വീഴ്ത്തുന്ന കണ്ണീർ, നമ്മൾ വീഴ്ത്തുന്ന ദൈവമേ ഞാൻ പാപം ചെയ്തു എന്ന് സഹതപിക്കുന്ന കണ്ണീര് ദൈവത്തിൻ്റെ സന്നിധിയിൽ കയ്പെന്നാണ് അവിടെ ഈ എഴുതിയിരിക്കുന്ന ഈ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വ്യർത്ഥം എൻ കണ്ണീർ, ഞാൻ ഒഴുക്കിയ ഈ കണ്ണീർ രക്തസാഗരമേ, ക്രിസ്തുവിൻ്റെ രക്തത്തോട് ഉപമിക്കുമ്പോൾ ഇത് വ്യർത്ഥമാണ്. കാരണം ഞാൻ ഒഴുക്കുന്ന എൻ്റെ കണ്ണീര് വ്യർത്ഥമാണെന്ന്. കാരണം അതിനേക്കാൾ വിലയേറിയ ഒന്നാണ് യേശുവിൻ്റെ രക്തം. നമ്മെ സൗഖ്യമാക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന രക്തം. ഒന്ന് പറഞ്ഞ, നമ്മെ വീണ്ടെടുക്കുന്ന രക്തം, നമ്മെ ചിലതിൽ നിന്ന് വീണ്ടെടുക്കുന്ന രക്തം. ഹല്ലേലൂയ! അതിനെ ഒന്ന് പ്രഖ്യാപിക്കാമോ? നമ്മെ വീണ്ടെടുക്കുന്ന രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ! അങ്ങനെയെങ്കിൽ ചേർന്ന് പാടാം. എൻ പാപം അനേകം കറ അധികം. എൻ പാപം ഞാൻ വീഴ്ത്തിയിടും കണ്ണിൻ കൈപ്പേറിയതാ. എൻ പാപം അനേകം ഞാൻ വീഴ്ത്തിയിടും കണ്ണിൻ കൈപ്പേറിയ വ്യർത്ഥം എൻ കണ്ണീർ, വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ, വ്യർത്ഥം എൻ കണ്ണീർ വ്യർത്ഥം എന്റെ കണ്ണീർ, വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ, വ്യർത്ഥം എന്റെ കണ്ണീർ, വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ. അങ്ങനെ പ്രവാഹമല്ലേ പ്രവാഹമല്ലേ നിൻ പ്രവാഹമല്ലേ നിൻ പ്രവാഹമല്ലേ ഒഴുക്കി ദൈവജനം ചേർന്ന് പ്രവാഹമല്ലേ നിൻ പ്രവാഹമല്ലേ ഒരു പോലെ കത്തിക്കുന്ന പ്രവാഹം, ഒരു മുൾച്ചെടി പോലെ, ഒരു മുൾപ്പടർപ്പ് പോലെ കത്തുന്ന ദൈവപ്രവാഹം. പട്ടണത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാഹങ്ങളായി മുൾപ്പടർപ്പ് പോലെ
Yes. പ്രത്യാശയെനിക്കുണ്ടു നല്ലതിന പ്രത്യാശയെനിക്കുണ്ടു നല്ലതി പ്രത്യാശയെനിക്കുണ്ടു നല്ലതി പ്രത്യാശയെനിക്കുണ്ടു നല്ല ഒന്നുകൂടെ പാടിയ പ്രത്യാശ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസം എന്നതുപോലെ ആശിക്കുന്ന ധൈര്യമുള്ളവരുടെ നിശ്ചയമാകുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രത്യാശ പ്രത്യാശയെനിക്കുണ്ടു നല്ലത്. ഓ പ്രത്യാശയെനിക്കുണ്ടു നല്ലത്. പ്രത്യാശ പ്രത്യാശയെനിക്കുണ്ടു നല്ലത്. പ്രത്യാശയെനിക്കുണ്ടു നല്ലത്. പ്രവാഹമെന്നെ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ ഒഴുകാം പ്രവാഹമെന്നെ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ ഒഴുകിയിടുമെങ്കിൽ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ ഒഴുകിയിടുമെങ്കിൽ പ്രവാഹം പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ ഒഴുകാതിരുന്ന നിങ്ങളുടെ ആദരങ്ങളെ തുറന്ന് ആ പ്രവാഹത്തെ ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് യെസ് ദൈവവചനമാകുന്ന പ്രവാഹം, ദൈവശക്തിയാകുന്ന പ്രവാഹം, കൃപയാകുന്ന പ്രവാഹം, ദൈവ സ്നേഹമാകുന്ന പ്രവാഹം ഒന്ന് ഉള്ളങ്ങളിൽ വാഞ്ചിച്ചുകൊണ്ട് യെസ് ഒഴുകിയിടണമേ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ ഒഴുകി. We love you, Lord. We praise you. യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ. Hallelujah. യഹോവ പരിശുദ്ധൻ. ലുബ്രാസിഖമോ യഹോവ പരിശുദ്ധൻ. Yes, hallelujah. യഹോവ പരിശുദ്ധൻ. Yes, യഹോവ പരിശുദ്ധൻ. Oh, you are holy, Lord. You are holy, Lord. യഹോവ പരിശുദ്ധൻ, യഹോവ
പരിശുദ്ധൻ. Oh, you are holy, you are holy Lord, you are holy Lord. യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ. ലിബർ ഹസ്മറോതുലോ, ലിബർ ഹസ്മറാധന, ലിബർ കോറവ ശിഹന്തരസിയ, ലിബർ ശിഹന്തരസിയ, ലിബർ ഹസ്മറോതുറുഷിയന്തരസിയ, ലിബർ കോറുസിയ. ഏതൊക്കെയോ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ സാത്താൻ നമ്മളെ നോക്കിയിട്ട് പറയുന്നു, ഒറ്റയ്ക്കായി പോയില്ലേ, ആരുണ്ട് നിന്നെ സഹായിക്കാൻ, ആരുണ്ട് ഇനി നിനക്ക് കൈതരാൻ, ആരുണ്ട് നിനക്ക് സാമ്പത്തികമായി ഒന്ന് സഹായിക്കാൻ, ആരുണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഈ സാഹചര്യത്തിൽ ആര് നിന്റെ അടുക്കിലേക്ക് വരും? ആരും വരത്തില്ല. നീ ദൈവത്തെയും തള്ളിക്കളഞ്ഞോ? ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ. ദൈവം പ്രാർത്ഥന കേൾക്കുമായിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് വന്ന് സംഭവിക്കുകയില്ലായിരുന്നല്ലോ. ദൈവം നിന്നെ അറിയുന്നില്ലല്ലോ. ദൈവം നിന്നെ അറിയുമായിരുന്നെങ്കിൽ ഇതൊന്നും നിനക്ക് സംഭവിക്കുകയില്ലായിരുന്നല്ലോ. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. കേൾക്കുമായിരുന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാമായിരുന്നില്ലേ? ഇങ്ങനെ അവിശ്വാസത്തിന്റെ വാക്കുകൾ സാത്താൻ നമ്മോട് പറയുമ്പോൾ നാം തിരിച്ച് സാത്താനോട് പ്രതികരിക്കണമെങ്കിൽ കർത്താവിലൊന്ന് ഉറയ്ക്കണം. എന്താ നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ സാത്താനോട് പറയുന്നത്? എടാ മണ്ട, എടാ പൊട്ട, നീ പറയുന്നത് പോലെയല്ല. ദൈവം ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിശബ്ദനാണെങ്കിലും ഞാൻ അവൻ്റെ മകൻ തന്നെയാണ്, ഞാൻ അവൻ്റെ വീട്ടിലെ അംഗം തന്നെയാണ്, ഞാൻ അവൻ്റെ ഏകജാതനായ പുത്രൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കണ്ണിന് മുമ്പിൽ ഒരത്ഭുതവും കാണുന്നില്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഞാൻ അവൻ്റെ അകത്തിരിക്കുന്നു. പിതാവായ ദൈവം എന്നെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അകത്താക്കി വച്ചിരിക്കുന്നു. ഇതാണ് കർത്താവിൽ ഉറക്കുക എന്ന വാക്കിന്റെ അർത്ഥം. ജീവിതത്തിൽ പല മേഖലകളിൽ, പല സാഹചര്യങ്ങളിൽ സാത്താൻ നമ്മുടെ മേൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ കൊണ്ടുവരും. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിക്കും. നമ്മുടെ മനസ്സിനെ അവൻ വല്ലാതെ ഭാരത്തിലാക്കാൻ ശ്രമിക്കും. അവൻ നമ്മുടെ അകത്ത് ആകുലതകൾ കൊണ്ടുവരും. ഇപ്പോഴൊക്കെ നമുക്ക് എന്തു പറയാൻ കഴിയണം? ക്രിസ്തുവിലുള്ള എൻ്റെ പൊസിഷൻ പറയാൻ പറ്റണം. Who I am in Christ Jesus. ഞാൻ ക്രിസ്തുവിൽ ആരാ? നാം അത് പറയുമ്പോഴാണ് നമ്മൾ കർത്താവിലുള്ള ബലം പ്രാപിക്കുന്നത്. നമ്മൾ എന്ത് പറയുമ്പോഴാണ് കർത്താവിലുള്ള ബലം പ്രാപിക്കുന്നത്? ക്രിസ്തു യേശു എന്ന കപ്പിനകത്ത് അവൻ എന്നെ ഒഴിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നാം ക്രിസ്തുവിൽ ബലപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച രൂപം അതുപോലെ എടുക്കാം. ഹല്ലേലൂയ. ഇതിന്റെ ഉള്ളിലാണ് ഞാൻ, ക്രിസ്തുവിന്റെ പുറത്തല്ല. പുത്രന്റെ ഉള്ളിലാണ് ഞാൻ. പുത്രന്റെ ഉള്ളിലായതുകൊണ്ട് പുത്രൻ ഉള്ളത് മുഴുവനും എന്റേതുമാണ്. പുത്രന്റെ പ്രാർത്ഥന പിതാവ് കേൾക്കുന്നുണ്ടെങ്കിൽ പുത്രന്റെ ഉള്ളിലിരിക്കുന്ന എന്റെ പ്രാർത്ഥനയും പിതാവ് കേൾക്കുന്നുണ്ട്. പുത്രൻ ചോദിക്കുന്നതിന് പിതാവായ ദൈവം മറുപടി കൊടുക്കുമെങ്കിൽ പുത്രന്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ ചോദിക്കുന്നതിനും അവൻ എനിക്ക് മറുപടി തരും. ദൈവം പുത്രനെ അവന്റെ സകല ബന്ധനങ്ങളിൽ നിന്നും മരണപാശങ്ങളിൽ നിന്നും അഴിച്ച് പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ഉയർപ്പിച്ചുവെങ്കിൽ എന്നെയും കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും പൊട്ടിച്ചുകൊണ്ട് ഞാനും അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അവൻ പുത്രനെ ഏറ്റവും അനുഗ്രഹിച്ചെങ്കിൽ പുത്രന്റെ ഉള്ളിലിരിക്കുന്ന എന്നെയും അവൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തുവിലുള്ള ബലം, നാം കർത്താവിൽ ബലപ്പെടുക എന്ന വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? വചനങ്ങളുടെ കൃത്യമായ മനസ്സിലാക്കൽ ആവശ്യമുണ്ട്. ഒരുവനങ്ങ് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൽ ബലപ്പെടാൻ പറ്റുമോ? എൻ്റെ ചോദ്യം. ഒരുവൻ പ്രാർത്ഥിച്ച് കർത്താവിൽ ബലപ്പെടാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ് പാസ്റ്റർ പ്രാർത്ഥിച്ച് കർത്താവിൽ ബലപ്പെടാൻ പറ്റാത്തത്? അങ്ങനാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മീയയുദ്ധത്തിൽ ജയിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്. എന്ത് ചെയ്യേണ്ടത്? യുദ്ധങ്ങൾ ജയിക്കേണ്ടത്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ വീരരായിരിക്കണം ആത്മീയുദ്ധത്തിൽ ജയിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനാ വീരന്മാരുടെ അടുക്കൽ ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവർ നല്ല ശക്തരായ പ്രാർത്ഥനാ പോരാളികളായിരിക്കും. പക്ഷേ ആത്മീയുദ്ധത്തിൽ ഒട്ടും ബലമില്ലാത്തവരായി, ബലഹീനരായി ഇവർ മാറിപ്പോകാറുണ്ട്. എന്താ കാരണം? പ്രാർത്ഥന വേണ്ടതല്ല, പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. മടുത്തു പോകാതെ എല്ലാ സമയവും നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ നാം ദൈവവചനത്തിന്റെ തിരിച്ചറിവുകളിൽ വളരുമ്പോഴാണ് നമ്മുടെ അകത്ത് ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള ബോധ്യം രൂപപ്പെട്ട് വരുന്നത്. ആ ബോധ്യമാണ് എന്നെ ആത്മീയുദ്ധത്തിൽ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ബോധ്യമല്ല, വചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബോധ്യമാണ്. ഞാനിപ്പോൾ ക്രിസ്തുവേശുവിന്റെ ഉള്ളിലിരിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ബോധ്യമല്ല, വചനത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ബോധ്യമാണ്. അതിന് നിങ്ങൾ അത്തരത്തിലുള്ള വചനങ്ങൾ വായിക്കുകയും അത് കേൾക്കുകയും അത് സംബന്ധമായുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുകയും അത് സംബന്ധമായുള്ള വെളിപ്പാടുകൾ പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന ബോധ്യത്തിൽ വളരും. ഒരാമൻ പറഞ്ഞേ, എവിടെ വളരും? ഞാൻ ക്രിസ്തുവിൽ ആരാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും,
എനിക്ക് 2 സീറ്റുകളുണ്ട്. എന്തുണ്ട്? 2 സീറ്റുകളുണ്ട്. ഒന്ന്, ആദാമിന്റെ ഒരു ഒഴിഞ്ഞ സീറ്റ് അവിടെ കിടപ്പുണ്ട്, ക്രിസ്തുവിന്റെ ഒരു ഒഴിഞ്ഞ സീറ്റ് ഇവിടെ കിടപ്പുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഈ 2 സീറ്റിലും ഇപ്പൊ ഇരിക്കാം. സഭയ്ക്കകത്ത് വരാം, പ്രാർത്ഥിക്കാം, കൈയടിക്കാം, സ്തോത്രം പറയാം, ആരാധന നടത്താം, വേണമെങ്കിൽ വചനം പ്രസംഗിക്കാം, എന്തും എനിക്ക് ചെയ്യാം. ചെയ്തതിന് ശേഷം ഞാൻ ആദാമിന്റെ സീറ്റിൽ പോയി ഇരുന്നിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറാം. അല്ല എങ്കിൽ ക്രിസ്തുവിന്റെ സീറ്റിൽ വന്നിരുന്നിട്ട് പുത്രനെ പോലെ പെരുമാറാം. പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നത് നാം ആരും പുത്രന്റെ സീറ്റിൽ ഇരിക്കരുത്. നാം അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്നാം മനുഷ്യനായ ആദാമിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് പരാതി പറഞ്ഞും മനസ്സ് കലങ്ങിയും ആകുലപ്പെട്ടുമൊക്കെ നടക്കണമെന്നാണ്. ഇന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇനി മേലിൽ ഒന്നാമത്തെ മനുഷ്യനായ ആദാമിന്റെ സീറ്റിൽ ഇരിക്കത്തില്ല. ഇനിയും നിങ്ങളെ കലക്കാൻ സാത്താന് കഴിയുകയില്ല. ഇനിയും നിങ്ങളെ പിടിച്ചു വെക്കാൻ അവനെ കൊണ്ട് ഒക്കത്തില്ല. കാരണം ആ സീറ്റ് തന്നെ ഇന്ന് നസറായനായ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മേൽ നിന്ന് പൊളിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ആ ലേഖനങ്ങളിൽ പലയിടങ്ങളിൽ അപ്പോസ്തലന്മാര് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ജഡീകരെ പോലെ ചിന്തിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ശേഷം മനുഷ്യരെ പോലെ നിരൂപിക്കുന്നത്? നിങ്ങൾ ഇത്ര പെട്ടെന്ന് ജഡത്തിലായി പോയോ? നിങ്ങൾ ആത്മാവ് കൊണ്ട് തുടങ്ങിയത് പലതും ഇത്ര പെട്ടെന്ന് ജഡത്തിലേക്ക് പോയത് എന്താ? ജഡം ഇനി അവശേഷിക്കുന്നില്ല. പഴയ മനുഷ്യനെ ഒഴിഞ്ഞു കളയുക, പഴയ മനുഷ്യനെ ക്രൂശിച്ച് കളയുക, അവനെ രാഗമോഹങ്ങളോടുകൂടി തകർത്ത് കളയുക എന്നൊക്കെ വേദപുസ്തകം നമ്മളോട് പറയുന്നതിന്റെ കാരണം, സാത്താൻ നമ്മളെ എവിടെ ഇരുത്താൻ ആഗ്രഹിക്കുന്നു? ഒന്നാമത്തെ മനുഷ്യനായ ആദാമിലും ജഡത്തിലും കൊണ്ടുവന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരുവൻ ജഡത്തിലാകുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവന്റെ തന്ത്രങ്ങളോടും അവന്റെ വാക്കുകളോടും അംഗീകാരം കൊടുക്കാൻ കഴിയുന്ന ഒരു മനോനിലയിൽ എത്തിച്ചേരും. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ സംശയത്തിന് ആമേൻ പറയുമോ? സംശയം പറയുമോ? ഇല്ല, വിശ്വാസം പറയും. എന്നാൽ നിങ്ങൾ എപ്പോഴാണോ ജഡത്തിലാകുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സംശയം പറയും, അവിശ്വാസം പറയും. നിങ്ങൾക്കൊരു രോഗമുണ്ടെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇന്ന് ആരാധനയിലേക്ക് വന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രോഗം മാറിയാലും മാറിയില്ലെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ മടങ്ങിപ്പോകും. ആമേൻ. രോഗമോ, അതവിടെ ഇരുന്നോട്ടോ, എനിക്ക് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു മനോഭാവത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ, കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ നിങ്ങൾ ജഡത്തിലേക്ക് മാറി. ജഡത്തിലേക്ക് മാറുമ്പോൾ എന്താണോ എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് നിങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞത്, അത് തന്നെ ഇപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ രോഗം മാറുന്നില്ലല്ലോ, എന്നെ കർത്താവ് അനുഗ്രഹിക്കുന്നില്ലല്ലോ, എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ, എനിക്ക് അതില്ലല്ലോ, ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോ. ഈ സകല ഇല്ല എന്നുള്ള വാക്കുകളും വരാൻ കാരണം അവൻ നമ്മെ ബലഹീനമായ ഒന്നാം മനുഷ്യനിലേക്ക് മാറ്റി നിർത്തുന്നതാണ്. കമോൺ, സഭ ഇന്ന് ഈ സത്യം തിരിച്ചറിയണം. ഇനി സഭ പറയേണ്ടത് ഇല്ല എന്നല്ല, സകലത്തെയും നിറയ്ക്കുന്ന നിറവായ ക്രിസ്തുവിന്റെ അകത്ത് അവൻ എന്നെ ആക്കി വച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ സകലത്തിലും ജയാളിയാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഇന്ന് സാത്താന്റെ മുഖത്ത് നോക്കി സഭ ഒരുമിച്ച് ആ വാക്ക് പറയണം. ഇല്ലെന്നിനി ഞാൻ പറയത്തില്ല, ബലഹീനനെന്ന് ഞാൻ ഇനി പറയത്തില്ല, ഞാൻ ഇനി തീർന്നു പോയി എന്ന് പറയത്തില്ല. ഏത് തീർന്ന സാഹചര്യത്തിനകത്തു നിന്നും ഞാൻ ഇരിക്കുന്ന ഒന്നാമത്തെ ആദാമിന്റെ കസേര എടുത്തു കളഞ്ഞിട്ട് ഞാൻ പറയും, ഞാനിനി ആദാമിലല്ല. വീണു പോകേണ്ടതിന് ഞാനിനി ആദാമിലല്ല, എഴുന്നേറ്റ് വാഴേണ്ടതിന് അവൻ എന്നെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുകയാണ്. സഭ ഒരുമിച്ച് കർത്താവിൽ ബലപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിൽ വന്നിരുന്നു, ക്രിസ്തുവിന്റെ ഉള്ളിൽ നിങ്ങൾ മറഞ്ഞിരുന്നു, ക്രിസ്തുവിനെ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി, ആസ്വദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വേദപുസ്തകം പറയുന്നത്, നീ കർത്താവിൽ എന്ത് ചെയ്തു? ബലപ്പെട്ടു. എങ്ങനെ ബലപ്പെട്ടു? കർത്താവിൽ ബലപ്പെട്ടു. അവൻ പറയുന്നു, നീ പാപിയാ. ഞാൻ തിരിച്ചു പറയുന്നു, ഞാൻ നീതിയാ. എന്തുകൊണ്ട്? ഞാൻ കർത്താവിലാ. അവൻ വന്നിട്ട് പറയുന്നു, നിന്റെ കുടുംബത്തിൽ എല്ലാവരും അശുദ്ധരാ. ആയിക്കോട്ടെ, ഐ ആം ഹോളി, ഞാൻ വിശുദ്ധനാണ്. നിനക്ക് എങ്ങനെ പറയാൻ പറ്റും നീ വിശുദ്ധനാണെന്ന്? ഞാൻ വിശുദ്ധന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പിശാച് പറയുന്നു, നിന്റെ പ്രവൃത്തി നോക്കിയേ. ഞാൻ പറയും, നീ എന്റെ പ്രവൃത്തി നോക്കുന്നു. ഞാൻ ക്രൂശിൽ ക്രിസ്തു ചെയ്ത പ്രവൃത്തിക്കകത്തിരിക്കുന്നു. ഹല്ലേലൂയ.
നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം നോക്ക്. നീ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഇങ്ങനെയല്ലേ? നമ്മൾ പിശാചിനോട് പറയുന്നു, ഞാൻ ചിന്തിച്ചതെന്ന് പറയുന്നു, ഞാൻ പറഞ്ഞത് എന്തെന്ന് പറയുന്നു. എന്നാൽ ഞാനോ ക്രിസ്തു എന്നോട് പറഞ്ഞതിൽ വസിക്കുന്നു. നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കുന്നു. നിങ്ങൾ ഞാനാകുന്ന മുന്തിരിവള്ളിയിൽ വസിക്കുന്നു. ഞങ്ങൾ ഇനി പഴയതിനകത്തല്ല. അവിടെ നിന്ന് നമ്മൾ വെട്ടിയെടുത്ത് മറ്റൊന്നിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് സ്വഭാവം രൂപവും ഒക്കെ ഒരുപക്ഷെ പഴയതുപോലെ തോന്നിയേക്കാം. പക്ഷേ ഉള്ളിലൂടെ ഒഴുകി വരുന്ന ജീവരസം പഴയതല്ല, അത് പുതിയതാ. കാണാൻ ഒലിവ് തൈ പോലെ കാണും, കാട്ടൊലിവിന്റെ തൈ പോലെ തോന്നിയേക്കും. മുടിയും മുഖവും വസ്ത്രധാരണവും ഒക്കെ പഴയതുപോലെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ഉള്ളിൽ വ്യാപരിക്കുന്നത് പഴയതല്ല, ഒലിവിന്റെ സ്വഭാവമല്ല, മുന്തിരിവള്ളിയുടെ സ്വഭാവം വരേണ്ടിയതിന് അവൻ നമ്മെ ക്രിസ്തുവിന്റെ കൂടെ വെട്ടിച്ചേർത്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത്, ഒരിക്കലും ഡിറ്റാച്ച് ചെയ്യാൻ പറ്റാത്തതുപോലെ, അടർത്തി മാറ്റാൻ പറ്റാത്തതുപോലെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം ക്രിസ്തുവുമായി യോജിപ്പിച്ചിരിക്കുന്നു. We are attached with Christ. അതിന് കൊടുത്തിരിക്കുന്ന ഉപമകളാ ഇതൊക്കെ. എന്ത്? കാട്ടൊലിവിന്റെ മുന്തിരി വള്ളിയെ അവൻ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. പിശാച് വന്നിട്ട് ഇനിയും പറയും, ഒന്നും നടക്കുന്നില്ലല്ലോ. നീ നടക്കുന്നില്ലെന്ന് പറയുന്നു, ഞാൻ നടന്നത് പറയുന്നു. നിന്റെ ദാരിദ്ര്യം മാറിയോ? ക്രൂശിൽ എന്റെ ദാരിദ്ര്യം മാറി. കമോൺ, സഭ ബലപ്പെട്. അവൻ വന്നിട്ട് ചോദിക്കുന്നു, എത്ര രൂപ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്? ഞാൻ പറയുന്നു, ക്രിസ്തുവിലുള്ളത് മുഴുവൻ എന്റേത്. ബ്രദറെ, ആ മുട്ടിന്റെ തേയ്മാനം മാറിയോ? അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. മക്കൾക്ക് ജോലി കിട്ടിയോ? എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. See the difference? വ്യത്യാസം മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരുവൻ ക്രിസ്തുവിൽ ബലപ്പെടുന്നത്. ഒരുവൻ യേശുവിന്റെ അകത്തിരിക്കുമ്പോൾ യേശുവിലുള്ളത് അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. യേശുവിലുള്ളത് അവൻ പറയാൻ തുടങ്ങുമ്പോൾ യേശുവിലുള്ളത് അവന്റെ അകത്ത് സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങും. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ പലരുടെയും വായ്ക്കകത്ത്, അധരങ്ങൾക്കകത്ത് ഒരു പുതിയ അഭിഷേകം ആവശ്യമുണ്ട്. യെശയ്യാവ് പറഞ്ഞതുപോലെ ഒരു തീക്കനലിന്റെ സ്പർശനം ആവശ്യമുണ്ട്. ഇല്ലെന്ന് പറയാനല്ല, ക്രിസ്തുവിൽ എനിക്കുണ്ടെന്ന് പറയാൻ. തീരുന്നു എന്ന് പറയാനല്ല, ക്രിസ്തുവിൽ ഞാൻ തുടങ്ങുകയാണെന്ന് പറയാൻ. അയ്യോ, എനിക്ക് അവിടെ കുറവുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട് എന്ന് പറയാനല്ല, ഞാൻ സകലത്തിലും വാഴുമെന്ന് പറയാൻ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അധരങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ക്രിസ്തുവിലുള്ളത് പറയുക. എന്റെ കുടുംബം നല്ലതല്ല. ആര് പറഞ്ഞു? നാട്ടുകാർ മുഴുവൻ പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നു, നിനക്ക് അത്യുന്നതനായ ഒരു പിതാവും ഏകജാതനായ ആദ്യജാതനായ ഒരു ജ്യേഷ്ഠനും നിന്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഇഫ് യു സേ യുവർ ഫാമിലി ഈസ് വേഴ്സ്, നിന്റെ കുടുംബം നല്ലതെന്ന് അല്ല എന്ന് പറയുന്നെങ്കിൽ നീ പറയുന്നത് ദൈവം നല്ലതല്ലെന്നാ. നിന്നെ ജനിപ്പിച്ച അപ്പനും അമ്മയും നിന്റെ വീട്ടുപേരും നീ താമസിക്കുന്ന കോളനി ഒരുപക്ഷെ നല്ലതല്ലായിരിക്കാം. ആരതിനെ കുറിച്ച് ചിന്തിക്കുന്നു? നീ അവിടെ നിന്ന് വെട്ടിമാറ്റപ്പെട്ടില്ലേ? നീ ക്രിസ്തുവിലല്ലേ? നീ പിതാവിലല്ലേ? നീ പരിശുദ്ധാത്മാവെന്ന തൃത്വ കുടുംബത്തിനകത്തല്ലേ? വാ, ഇന്നത്തോടുകൂടി സാത്താൻ നിന്റെ കാതിൽ പറയുന്ന കള്ളത്തരങ്ങൾ അവസാനിക്കുകയാണ്. ഇന്നു മുതൽ നിന്നെ നോക്കി അവൻ പറയുന്ന അപവാദങ്ങൾ അവസാനിക്കുകയാണ്. അപകീർത്തികൾ അവസാനിക്കുകയാണ്. ആരുമില്ലാത്തതോ കൊള്ളാത്ത കുടുംബത്തിനോ അല്ല നാം ജനിച്ചിരിക്കുന്നത്. നാം ഇപ്പോൾ ക്രിസ്തുവിൽ ദൈവഭവനത്തിൽ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഇന്ന പ്രശ്നങ്ങൾ നിനക്ക് നാണക്കേടല്ലേ?
നിന്റെ ഇന്ന കാര്യങ്ങൾ നിന്നെ വല്ലാതെ അലട്ടുന്നില്ലേ? എന്നാൽ ദൈവാത്മാവ് തിരിച്ച് ക്രിസ്തുവിന്റെ അകത്തിരിക്കുന്നവൻ പിശാചിനോട് പറയും, ഒന്നും അലട്ടുന്നില്ല. അവന്റെ വസ്ത്രത്തിൽ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ ഒരു കളങ്കവുമില്ല എങ്കിൽ കളങ്കമുള്ള എന്നെ കളങ്കമില്ലാത്തവൻ എടുത്ത് മറച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു ഇന്ന് ഇതിനകത്തിരിക്കുന്ന നമ്മെ അവന്റെ രക്തം കൊണ്ട് കവർ ചെയ്യുകയാണ്. അവന്റെ വിശുദ്ധി കൊണ്ട് അവൻ നമ്മെ പൊതിഞ്ഞു പിടിക്കുകയാണ്. എനിക്കറിയാൻ കഴിയുന്നുണ്ട്, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവിൽ ആ ഒരു കവറിങ് വെളിപ്പെടും. ഹല്ലേലൂയ. സാത്താൻ തീയമ്പുകളൊക്കെ ഓരോ വാചകങ്ങൾ എടുത്തിട്ട് നമ്മുടെ അകത്ത് ഇങ്ങനെ ഇത് വിടും. നമ്മളത് താഴോട്ടുള്ള വചനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വ്യക്തമായി പഠിക്കും. എന്നാലും മുഖപുരയിൽ എന്ന വണ്ണം ഒരൊറ്റ വാശയത്തിൽ ഞാനങ്ങ് പറഞ്ഞേക്കാം. തീയമ്പ് കണക്കെ അവൻ എയ്യുന്നത് തീയമ്പല്ല, ഓരോ വാചകങ്ങളാ. ആമേൻ. വിക്കനായ നിനക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? തീയമ്പ് നേരെ വന്നിങ്ങനെ കൊള്ളും. അപ്പൊ ഞാൻ ഉണർത്തപ്പെടും, ഞാൻ വിക്കനാണല്ലോ എന്ന് തോന്നും. ഉടനെ തീയമ്പിനെ ഊരിട്ട് അവന്റെ അടുത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് പറയണം, അവൻ കഴുതയെ ഉപയോഗിച്ചെങ്കിൽ, അവൻ മോശയുടെ നാവിന്റെ കൂടെ ഇരുന്നെങ്കിൽ വിക്കനായവൻ പ്രസംഗിക്കും. ഈ വാർദ്ധക്യത്തിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ തീയമ്പ് നേരെ വന്ന് കൊള്ളുമ്പോഴാണ് നാം ഓർക്കുന്നത് നാം വാർദ്ധക്യത്തിലാണെന്ന്. വിശ്വാസം എന്ന പരിചയം എടുത്തിട്ട് അതിനെ ഊരിക്കളഞ്ഞിട്ട് പറയണം, വാർദ്ധക്യത്തിലും പുതുകി വരുന്ന ഒരു ശക്തി എനിക്കുണ്ട്. നിനക്ക് 4 ചുറ്റും പ്രശ്നങ്ങളാ. ഇതിനകത്ത് നിന്ന് നിനക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ആ തീയമ്പ് എൻ്റെ ഉള്ളത്തിലേക്ക് ഇങ്ങനെ തുളച്ചു കയറുമ്പോഴാണ് ഞാൻ എന്നെക്കുറിച്ച് ബോധവാനാകുന്നത്. ശരിയാണല്ലോ, ഞാൻ കൈയടിച്ചു, സ്തോത്രം പറഞ്ഞു, ആമേൻ പറഞ്ഞു. പക്ഷേ അയ്യോ, അവിടെ പണം കൊടുത്തിട്ടില്ല, ഇന്നയിടത്ത് ഇന്ന കാര്യം ചെയ്തിട്ടില്ല, ഇദ്ദേഹത്തിനോട് ഇന്ന വാക്ക് പറഞ്ഞു, അത് നടത്തിയിട്ടില്ല, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, ജോലിയിൽ പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നമാണ്. ഞാനൊരു പ്രശ്നത്തിനകത്താണല്ലോ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി സാത്താൻ അവന്റെ തീയമ്പുകളെ നമുക്കെതിരെ ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ ബലപ്പെട്ടവൻ പറയും, ഒന്നും ഒരു നാളും എനിക്ക് ദോഷം വരുത്തുകയില്ല. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുകയാണ്. വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവേശുവിൽ ഞാൻ പരിപൂർണനായിരിക്കുകയാണ്. ഞാൻ പൂർണ്ണനായതല്ല, പൂർണ്ണനായവൻ എന്നെ പരിപൂർണനാക്കിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ കപ്പിന്റെ നിറം കണ്ടോ? എന്താ നിറം? വൈറ്റ്. ഈ നിറത്തിന് നോക്കി നിങ്ങൾക്ക് 100 കുറ്റം പറയാം. ഇതിന് വൈറ്റ് ചേരത്തില്ല, ബ്രൗൺ കൊള്ളാമായിരുന്നു. ഈ കുടുംബത്തിലല്ലാതെ വേറൊരു കുടുംബത്തിൽ ജനിച്ചിരുന്ന നിന്റെ ഭാവി നന്നായിരുന്നേനെ. ആമേൻ. ഇതിന് വൈറ്റ് കൊള്ളത്തില്ല, ഇതിന് മറ്റൊരു നിറമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നഴ്സിങ്ങിന് പകരം മറ്റൊരു കോഴ്സ് പഠിച്ചിരുന്നെങ്കിൽ ജീവിതം നന്നായേനെ. ഹല്ലേലൂയ. ഈ വൈറ്റ് കൊള്ളത്തില്ല, മറ്റൊരു നിറമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. കർത്താവിന്റെ വേല തിരഞ്ഞെടുക്കുന്നതിന് പകരം ജോലിക്ക് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. എന്താണോ സാത്താൻ ഇവിടെ നോക്കിയിട്ട് കുറ്റം പറയുന്നത്, ഉടനെ കർത്താവ് പറഞ്ഞു, നീ എത്രത്തോളം കുറ്റം പറയും? നിറം കാണുമ്പോഴെല്ലാം ഞാൻ പറയും. അവനെ കാണുമ്പോഴെല്ലാം ഞാൻ അവന്റെ കുറ്റം പറയും. കാരണം അവന്റെ പേര് തന്നെ അക്യൂസർ എന്നാ. ഒന്ന് പറഞ്ഞ എന്താ അക്യൂസർ? എന്ത്? അപവാദി. അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. കുടുംബത്തെ നോക്കി പറയും, മക്കളെ നോക്കി പറയും, ഭാര്യയെ നോക്കി പറയും, സഭയെ നോക്കി പറയും, പാസ്റ്റർമാരെ നോക്കി പറയും. അവൻ ഇതല്ലാതെ വേറൊന്നും പറയാൻ അറിയത്തില്ല. ഇവൻ ഇതെല്ലാം നോക്കി ഇതിനോട് പറയുമ്പോ കർത്താവ് ഒരു കാര്യം പറയും, ഇനി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. നീ അത് കാണുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന വൈറ്റ് കപ്പ് കാണുന്നുണ്ടോ ആരെങ്കിലും? ആരും കാണുന്നില്ല. എന്താ കാണാത്തത്? അതിനെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. സാത്താനെ, നീ ജെറിനെ കാണുന്നുണ്ടോ? ശരത്തിനെ കാണുന്നുണ്ടോ? ജോമൻ ബ്രദറിനെ കാണുന്നുണ്ടോ? അനീഷിനെ കാണുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെയും അവന് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവൻ തന്നെ നമ്മെ മറച്ചിരിക്കുകയാണ്. ക്രിസ്തു നമ്മെ പൊതിഞ്ഞിരിക്കുകയാണ്. അവന്റെ ഉള്ളിൽ നാം മറയപ്പെട്ടിരിക്കുകയാണ്. ഈ തൂവാലയെ നോക്കി ഒന്നും പറയാനില്ല, കാരണം ഇത് പെർഫെക്റ്റാ.
അതിൻ്റെ അർത്ഥം ഞാനെല്ലാം ശരിയായെന്നാണോ? ഞാൻ ശരിയായിട്ടില്ല, പക്ഷെ അവൻ എന്നെ മറച്ചിരിക്കുകയാണ്. ആത്മീയ യുദ്ധത്തിൽ ജയിക്കാൻ കാരണം ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ടാണോ? അല്ല, ഞാൻ അവൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു എന്ന അറിവുള്ളത് കൊണ്ടാണ്. പാപത്തോട് പോരാടി ജയിക്കാൻ എനിക്ക് ബലമുണ്ടായത് എങ്ങനെയാ? പാപം ചെയ്യാത്തതുകൊണ്ടാണോ? അല്ല, പാപത്തെ കവിയുന്ന കൃപ എന്നെ പൊതിഞ്ഞിട്ടുള്ളത് കൊണ്ട്. സാത്താൻ ഈ പറയുന്ന പല കാര്യങ്ങളും സത്യമല്ലേ? സത്യമാണ്. പിന്നെന്താ നീ അത് അംഗീകരിക്കാത്തത്? സത്യമാണെങ്കിലും സത്യത്തിന്റെ മുകളിലൂടെ യാഥാർത്ഥ്യമായി ക്രിസ്തു എന്നെ പൊതിഞ്ഞിരിക്കുന്നു. നിനക്ക് 100 പ്രശ്നങ്ങളുണ്ട് എന്നത് സത്യമല്ലേ? സത്യമാണെങ്കിലും സകലത്തിന്റെയും നിറവായിരിക്കുന്നവൻ എന്നെ പൊതിഞ്ഞിരിക്കുന്നു. ആത്മീയുദ്ധത്തിൽ ഈ ഒരു സത്യം നമ്മൾ അവഗണിച്ചാൽ, പഠിക്കാതിരുന്നാൽ നമുക്കൊരിക്കലും അവനോട് എതിർക്കാൻ പറ്റില്ല. ആകയാൽ ഒടുവിൽ കർത്താവിൽ ബലപ്പെടുക. ക്രിസ്തുവിൽ നാം ഒട്ടിക്കപ്പെട്ടിരിക്കുന്നു, ചേർക്കപ്പെട്ടിരിക്കുന്നു. നാം അവനോടൊപ്പമാണ്. അവൻ നമ്മെ കവർ ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉള്ളിലാണ് നാം ഓരോരുത്തരുമെന്ന് നാം അറിയുക. നമ്മൾ അവിടെ നിന്ന് ഇനി കൂടുതൽ സംസാരിക്കാതെ മുന്നോട്ട് പോയി ഒരു വചനം കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 2-ാമത്തെ വാക്യം പറയുന്നു, അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. 1, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞ് ക്രിസ്തുവിൽ ശക്തിപ്പെട്ടിരിക്കണം. 2, ക്രിസ്തുവിലുള്ള അമിത ബലത്തിൽ ശക്തിപ്പെട്ടിരിക്കണം. ഇതെന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? ക്രിസ്തുവിൽ ബലപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. ഈ ക്രിസ്തുവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക എന്ന് പറയുന്നത് എന്താ? എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3 പ്രധാനപ്പെട്ട വചനങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടത്. 1, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം എടുക്കുക. എഫേസ്യർ 1:19. വായിച്ചോ. എഫേസ്യർ 1:19. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ആമേ. അളക്കാൻ കഴിയാത്തൊരു ശക്തി ആർക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്? നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞ ആ വാക്കൊക്കെ എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നു, നിനക്ക് വേണ്ടി ആരുണ്ട്, നിനക്ക് വേണ്ടി എന്തുണ്ട്, നിന്നെ ആര് സഹായിക്കാൻ വരും? അവരോട് ഈ വചനം എടുത്തിട്ട് പറയണം, എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ഇമ്മഷറബിൾ ശക്തിയുണ്ട്. അളക്കാൻ കഴിയാത്തൊരു ദൈവശക്തി എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ പ്രകൃത്യാതീതമായ ശക്തിയാണ്. ആമേൻ. ഇത് ദൈവത്തിന്റെ ശക്തിയാണ്, എൻ്റെ ശക്തിയല്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ക്രേറ്റോസ് എന്ന പദമാണ്, ഡുനാമിസ് എന്ന പദമാണ്. എൻ്റെ ശക്തി അല്ല ഇത്. ഇത് ആരുടെ ശക്തിയാ? അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയാണ്. അത് ആർക്ക് നൽകിയിരിക്കുകയാണ്? വിശ്വസിക്കുന്നവർക്ക് നൽകിയിരിക്കുകയാണ്. ആമേൻ. ആര് വിശ്വസിക്കുന്നു? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. എന്തിനു വേണ്ടി കൊടുത്തിരിക്കുന്നു? അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ നിങ്ങളെയും ഉയർപ്പിക്കുന്നതിന് വേണ്ടി ഈ ശക്തിയെ അവൻ നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇനി ശക്തി ഇരുന്ന് പ്രാപിക്കണോ? 7 ദിവസം ഉപവാസം വെച്ച് ശക്തി പ്രാപിക്കണോ? വേണ്ട. അളവറ്റ ശക്തി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ധാരാളമായി റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ മലപ്പുറത്തുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരു പെർഫ്യൂം ഓർഡർ ചെയ്തു. അവർ എൻ്റെ പേരിൽ അതിനെ കൊറിയറായി അയച്ചു തന്നു. കൊറിയർ ബോയ് അത് കയ്യിൽ വെച്ചിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കൊറിയർ വന്നിട്ടുണ്ടെന്ന്. ആമേൻ. ഞാനത് ചെന്ന് ഒപ്പിട്ട് കൈപ്പറ്റി. എന്നിട്ട് അത് തുറന്നു. ഞാൻ അടിച്ചു നോക്കിയപ്പോൾ നല്ല വാസന ഉണ്ടായി. ഞാൻ ഈ പരസ്യം കണ്ടത് ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോഴെനിക്ക് വാസന തോന്നിയോ? ഇല്ല. ഞാനത് ഓർഡർ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് അയച്ചപ്പോഴും എനിക്ക് വാസന തോന്നിയില്ല.
കൊറിയർ ബോയിയുടെ കയ്യിൽ അത് ഇരിക്കുമ്പോഴും എനിക്ക് വാസന തോന്നിയില്ല. പക്ഷെ ഞാൻ എപ്പോഴാണോ പണം കൊടുത്തത് അപ്പോൾ മുതൽ ഇത് എന്റേതായി. പക്ഷെ എനിക്ക് വാസന കിട്ടിയില്ല. ആമേൻ, ആമേൻ, ആമേൻ. 2020 വർഷം മുമ്പ് ക്രിസ്തു നമുക്ക് വേണ്ടി വില കൊടുത്തപ്പോൾ ക്രിസ്തുവിലുള്ളതും ദൈവത്തിലുള്ളതും സകലതും എന്റേതായി. നമുക്ക് വേണ്ടിയുള്ള സകല വിലയും അവൻ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്കും നമ്മെ അവൻ അവകാശിയുമാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ ആ വാസന എനിക്ക് കിട്ടിയില്ല. എന്താ കിട്ടാത്തത്? അത് ദൂരെ ഇരിക്കുന്ന കാര്യമാ. ആമേൻ. സൗഖ്യം ദൂരെയാണ്, അനുഗ്രഹം ദൂരെയാണ്, നന്മ ദൂരെയാണ്, ജോലി ദൂരെയാണ്, ഭാവി ദൂരെയാണ്. പക്ഷെ അതിനു വേണ്ടുന്ന വില മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ആമേൻ, ആമേൻ. എന്നാൽ ആ കൊറിയർ ബോയ് മലപ്പുറത്ത് നിന്ന് അതിനെ വണ്ടിയിൽ യാത്ര ചെയ്ത് കൊണ്ടുവന്ന് തിരുവനന്തപുരം വരെ എത്തി. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എന്റെ കൊറിയർ ഇറക്കുമ്പോൾ വേറെ ആരെങ്കിലും വന്നിട്ട് അതിങ്ങ് തന്നെ എന്ന് ചോദിച്ചാൽ അവൻ കൊടുക്കത്തില്ല. എന്താ കൊടുക്കാത്തത്? ഇത് നിന്റെ പേര് ഡിസ്പാച്ച് ആയതല്ല. ക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്നും പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നും സ്വർഗത്തിലെ എന്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് വേണ്ടി അയക്കപ്പെടുന്നതൊന്നും വഴിവെക്കിൽ വെച്ച് ഒരുത്തനും എടുക്കാൻ പറ്റില്ല. നിന്റെ അഡ്രസ്സിലേക്ക്, നിന്റെ പേരിലേക്ക് മാത്രമായി അത് റിലീസ് ചെയ്യപ്പെടുകയാണ്. ക്രിസ്തുവിലിരിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പത്താൽ ചിലതിനെ യേശുവിൻ നാമത്തിൽ സ്വീകരിച്ചോ. ഞാൻ ആവർത്തിക്കുന്നു ആ പ്രവാചക ശബ്ദം. വഴിവക്കിൽ അത് മോഷ്ടിക്കപ്പെട്ടു പോവുകയില്ല. വഴിവക്കിൽ അത് കള്ളൻ എടുത്തോണ്ട് പോവുകയില്ല. വഴിവക്കിൽ ആരും അതിനെ അവകാശവാദം പറയുകയില്ല. നിനക്ക് വേണ്ടി ദൈവം അയക്കുന്ന ഒരു ഉണർവുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം അയക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം അയക്കുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ഒരു വിവാഹമുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ഒരു ഭാവി ഉണ്ടെങ്കിൽ വഴിവക്കിൽ അത് അപഹരിക്കപ്പെടുകയില്ല. എന്റെ കൂടെ ആരൊക്കെയാ ദൂതനാമേൻ പറഞ്ഞു പിടിച്ചെടുക്കുന്നുണ്ടോ? ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നിങ്ങളുടെ കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. എത്രയോ കാലങ്ങളായി കാണാൻ കാത്തിരുന്ന ആ അത്ഭുതമുണ്ടല്ലോ, ഇതാ ഈ മണിക്കൂറിൽ നിന്റെ വീട്ടിനടുത്തേക്ക് ഡിസ്പാച്ച്ഡ് ആകട്ടെ. Father, in the name of your son Jesus Christ, we release the miracles. നീ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അത്യന്തം ദൈവശക്തി ഇപ്പോൾ നിന്റെ ശരീരത്തിന്റെ മേൽ ഡിസ്പാച്ച് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന ആ നന്മ ഇപ്പോൾ നിങ്ങളുടെ വീടിനകത്ത് തുറന്നു വരികയാണ്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഡ്രസ് തെറ്റാതെ ദൈവദൂതന്മാർ ചിലത് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുതരട്ടെ. തെറ്റിപ്പോകത്തില്ല. മറ്റൊരുത്തം വന്നിട്ട് ഇത് എന്റേതാണെന്ന് പറഞ്ഞാൽ അവൻ കൊടുക്കത്തില്ല. എന്താ കൊടുക്കാത്തത്? ഇത് നിനക്ക് വേണ്ടി മാത്രമായി അയക്കപ്പെട്ടതാ. നിനക്കും ആ പ്രൊഡക്റ്റിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു QR കോഡുണ്ട്, ഒരു ട്രാക്കിംഗ് ID ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. നമ്പർ മാച്ച് ആയാലേ ഇത് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വരുന്നവന്റെ കയ്യിൽ അവകാശവാദം കാണുമായിരിക്കും. വേണമെങ്കിൽ അവൻ പറയും എൻ്റെ പേരും അനീഷ എന്ന് പറയും. പക്ഷെ നിന്റെ കയ്യിൽ നമ്പർ ഉണ്ടോ? അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സീക്രട്ട് കോഡുണ്ടോ? കോഡുണ്ടെങ്കിൽ അത് നിന്റെ റിലീസാകും. ഞാൻ ആത്മാവിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:19 ഇരുന്നുകൊണ്ട് പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്ന് ഈ പകലിൽ ചിലതിനെ നിന്റെ കൈവെള്ളയിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നു. പ്രാപിച്ചോ? നാളും നാഴികയും ഇനി തെറ്റിപ്പോവുകയില്ല. ഡിലേ ഇനി ഉണ്ടാകുകയില്ല. കാലതാമസം ഇനി ഉണ്ടാകുകയില്ല. ഇപ്പോൾ ഇതാ നിങ്ങളുടെ കൈകളിലേക്ക് ദൈവം അതിനെ തുറന്നു തരികയാണ്.
ഹല്ലേലൂയ. എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ അകത്തേക്ക് പലപ്പോഴും വഴിയിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ചിലത് ഈ മിനിറ്റിൽ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ആകുകയാണ്. കയ്യിൽ കിട്ടേണ്ട പലതിനെയും അവൻ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അവനോട് പറയുന്നുണ്ട്, നിനക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ടി വന്നത് എന്റെ കയ്യിലേ എത്തുകയുള്ളൂ. ആമേൻ. ആ ഡെലിവറി ബോയ് എന്നെ ഫോൺ ചെയ്തു. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. ഒപ്പിട്ട് കൊടുത്ത് പാക്കറ്റ് പൊട്ടിച്ചു. ഞാനതെടുത്ത് ഉപയോഗിച്ചപ്പോൾ എന്താണോ 3 ദിവസം മുമ്പ് ഞാൻ പേ ചെയ്തത്, അത് ഞാൻ എൻ്റെ കൈ കൊണ്ടും എൻ്റെ മൂക്ക് കൊണ്ടും മണത്ത് നോക്കി. ആമേൻ, ആമേൻ. സത്യം സത്യമായി ഞാൻ സഭയോട് പറയുന്നു, ക്രിസ്തു കാൽവറി ക്രൂശിൽ വില കൊടുത്തു വാങ്ങിയത് മുഴുവൻ മണക്കാൻ, കാണാൻ, രുചിക്കാൻ, തൊടാൻ, അനുഭവിക്കാൻ സഭ എഴുന്നേറ്റ് തയ്യാറാകുക. യേശു ക്രിസ്തു വില കൊടുത്തതിനെ മുഴുവൻ അവന്റെ അത്യന്ത ശക്തി ഇതാ നിങ്ങളുടെ അടുക്കിലേക്ക് വഹിച്ചു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അളവറ്റ വലിപ്പം. ഒരു കൊറിയർ സർവീസ് പോലെ സ്വർഗത്തിൽ നിന്ന് പലതിനെയും ചാനലൈസ് ചെയ്തുകൊണ്ട്, പിടിച്ചെടുത്തുകൊണ്ട് ആ ശക്തി നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ഇന്ന് ഈ ഹോളിനകത്തിരിക്കുമ്പോൾ, ഇന്ന് എന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുകൂടി ആ ശക്തി നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്നുണ്ട്. സൗഖ്യമാണോ വേണ്ടത്? ആ ശക്തിക്കകത്ത് സൗഖ്യമുണ്ട്. വിടുതലാണോ വേണ്ടത്? ആ ശക്തിക്കകത്ത് വിടുതലുണ്ട്. അത്ഭുതമാണോ വേണ്ടത്? ആ ശക്തിക്കകത്ത് അത്ഭുതമുണ്ട്. അളവറ്റ ശക്തി, immeasurable power, immeasurable power, immeasurable power. ഒന്നിനും തടഞ്ഞു വെക്കാൻ പറ്റാത്ത ശക്തി. അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. റോമൻ സൈന്യവും യഹൂദ മത നേതാക്കന്മാരും കൂടി ക്രൂശിൽ അവനെ തറച്ചു കൊന്നിട്ട് അരിമത്തയിലെ യോസേഫിന്റെ കല്ലറയ്ക്കുള്ളിൽ ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് അവന്റെ ശരീരം സൂക്ഷിച്ചു വെച്ചപ്പോ ലോകത്തോട് മുഴുവൻ എല്ലാവരും അഹങ്കാരത്തോടു കൂടി പറഞ്ഞു, മരണമാണ് എല്ലാത്തിന്റെ അവസാനം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പൊങ്ങി വന്നിട്ടില്ല. ജീവൻ ഉണ്ടെങ്കിലല്ലേ ഇവൻ കളിക്കത്തുള്ളൂ, ജീവൻ ഉണ്ടെങ്കിലല്ലേ ഇവൻ അത്ഭുതം ചെയ്യത്തുള്ളൂ, ജീവൻ ഉണ്ടെങ്കിലല്ലേ ഇവൻ അടയാളങ്ങൾ ചെയ്യത്തുള്ളൂ, ജീവൻ ഉണ്ടെങ്കിലല്ലേ ഇനി ഇവൻ പ്രസംഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവന്റെ ശബ്ദത്തെ കൊന്നുകളഞ്ഞു, അവന്റെ അത്ഭുതങ്ങളെ കൊന്നുകളഞ്ഞു, അവന്റെ പ്രവൃത്തിയെ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞ് ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് അവനെ കല്ലറയ്ക്കുള്ളിൽ വെച്ചു. 3-ാമത്തെ പ്രഭാതത്തിൽ അത്യുന്നതന്റെ ശക്തി കല്ലറയ്ക്കകത്ത് കയറി വന്നു. മുറിഞ്ഞുടഞ്ഞുപോയ അവന്റെ ശരീരത്തിനകത്തേക്ക് അത് വ്യാപരിച്ചു. മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. പാതാളത്തിന്റെ ഗോപുരങ്ങൾക്ക് അവന്റെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നില്ല. മരണത്തിനും അതിന്റെ ദൂതന്മാർക്കും അവന്റെ മേൽ അവകാശമുണ്ടായിരുന്നില്ല. മൂടിവെച്ചിരുന്ന തിരശീലകളെയും മൂടിവെച്ചിരുന്ന ശീലകളെയും മഴ കീറിക്കളഞ്ഞുകൊണ്ട് 3-ാം നാളിൽ അവന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ദൈവം ലോകത്തോട് പറഞ്ഞു, കൊന്നാൽ തീരുന്നതല്ല ഇത്, കല്ലറയിൽ ഒടുക്കിയാൽ തീരുന്നതല്ല ഇത്, കൊന്നാലും ഈ ശബ്ദം പ്രസംഗിക്കപ്പെടുക തന്നെ ചെയ്യും, കൊന്നാലും അവന്റെ നാമം പ്രസംഗിക്കപ്പെടുക തന്നെ ചെയ്യും, കല്ലറയ്ക്കുള്ളിൽ അടച്ചാലും അവന്റെ നാമത്തിൽ അടയാളങ്ങൾ നടക്കുക തന്നെ ചെയ്യും. കല്ലറ കൊണ്ട് ഒതുക്കാൻ ശ്രമിച്ചാലും കല്ലറയിൽ നിന്ന് വെളിയിൽ വന്ന് അവൻ 40 രാവും 40 പകലും പിന്നെയും പ്രസംഗിക്കും. അങ്ങനെ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി
ഈ ഓഗസ്റ്റ് മാസം 31-ാം തീയതി 12:45 വ്യാപരിക്കുന്നുണ്ട്. വാ, അതിന്റെ മുമ്പിൽ അസാധ്യം എന്നൊന്നില്ല. ഏതു മിനിറ്റിലും നിന്റെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റാൻ, നിന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ, നിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകത്തെ പകരാൻ, നിന്റെ ജീവിതത്തിൽ ഒരു അസാധാരണമായ വിടുതലയക്കാൻ ഈ ശക്തി ഇന്നും പര്യാപ്തമാണ്. ആ ഉയർപ്പിന്റെ ശക്തി ഇപ്പോൾ നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. ബോധ്യത്തോടു കൂടി അത് പറയണം. എന്ത് വ്യാപരിക്കുന്നുണ്ട്? ഉയർപ്പിച്ചവന്റെ ശക്തി, ഉയർത്തവന്റെ ശക്തി, അളവില്ലാത്ത ശക്തി, കല്ലറയെ ജയിച്ച ശക്തി എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. അയ്യോ, ഞാനേ അവനിൽ തന്നെയാണ്. ഇപ്പോഴാ ശക്തി കൂടി എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാനോ ക്രിസ്തുവിൽ തന്നെ മറഞ്ഞിരിക്കുന്നു. ഇപ്പോഴാ ശക്തി കൂടി എന്നിൽ വെളിപ്പെട്ട് വരികയാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ള യേശുവിന്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അകത്തോ മരണത്തെയും പാതാളത്തെയും ജയിച്ച ശക്തി കൂടി വ്യാപരിക്കുന്നുണ്ട്. ഇതെന്റേതല്ല. ഒന്ന് പറ, ഇത് ഞങ്ങളുടേതല്ല. പൗലോസിന്റെ മേത്ത് നിന്ന് റുമാൽ എടുത്തോണ്ടിട്ടപ്പോ കിടക്കേ കിടന്നത് എഴുന്നേറ്റ് പോയി. അവൻ അരയിൽ ചുറ്റിയിരുന്ന ഉത്തരിയെ ഊരിക്കൊണ്ടിട്ടപ്പോൾ കൈയും കാലും വളർന്നു വന്നു. എല്ലാവരും വന്ന് പറഞ്ഞു, പൗലോസേ, നിന്റെ മേൽ നിന്നെന്തോ ഒഴുകുന്നുണ്ട്. നോ 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 നോ, ഇത് ഞങ്ങളുടേതല്ല. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ നിക്ഷേപങ്ങളായി പകർന്നു തന്നിരിക്കുകയാണ്. മൺപാത്രങ്ങളിൽ നിക്ഷേപങ്ങളായി പകർന്നു തന്നിരിക്കുകയാണ്. ഇതിന്റെ പേരാ കൃപ. ഞാൻ സ്വന്തം ശക്തി കൊണ്ട് ജയിച്ചാൽ എനിക്കൊന്ന് അഹങ്കരിക്കാം. ഞാൻ സാത്താനെ ജയിച്ചു. കർത്താവ് പറയുന്നു, ആദ്യം നീ എന്നിൽ ബലപ്പെടുക, എന്നിട്ടോ എൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. അപ്പോ ഞാൻ മറഞ്ഞിരിക്കുന്നത് എവിടെയാ? അവനിൽ തന്നെ. ഞാൻ ഉപയോഗിക്കുന്ന ശക്തി ഏതാ? അവന്റെ ശക്തി തന്നെ. ഞാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏതാ? അവന്റെ ആയുധങ്ങൾ തന്നെ. പക്ഷെ യുദ്ധം മാത്രം എന്റേത്. എനിക്ക് ശക്തി തരുന്നത് ക്രിസ്തു, എന്നെ മറച്ചു വെക്കുന്നത് ക്രിസ്തു, എന്നെ ആയുധം ധരിപ്പിക്കുന്നത് ക്രിസ്തു. പക്ഷെ താത്താന്റെ തല തകർക്കുന്നത് അവനല്ല. നിങ്ങളോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിൽ മെതിച്ചു കളയും. മെതിച്ചു കളയും, മെതിച്ചു കളയും, മെതിച്ചു കളയും. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് ഒരു വെളിപ്പാട് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അടുത്ത ആഴ്ച നമുക്ക് എക്സീഡിങ് പവർ തന്നെ സംസാരിക്കേണ്ടി വരും. ഹല്ലേലൂയ. എന്തിനാ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നേ? നീ എന്തിനാ മൺപാത്രങ്ങളിൽ നിക്ഷേപമായി പകർന്നത്? നീ എന്തിനാ മർത്യരായ ഞങ്ങളെ കൊണ്ട് സാത്താനെ തോപ്പിക്കുന്നത്? കർത്താവ് നമ്മോട് പറയുന്ന രഹസ്യം കേട്ടോ മോനെ. കാൽവറി ക്രൂശിൽ ഞാൻ നിനക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാത്രം കുടിച്ചു. ഞാൻ മരണത്തിലായി. എൻ്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വന്നപ്പോൾ ലോകത്തിലുള്ള സകല തിന്മയും സകല ആയുധങ്ങളും സാത്താൻ എൻ്റെ മേലും കൊണ്ടുവച്ചു. എൻ്റെ വിലാപ്പുറം അവൻ രോഗികൾക്ക് വേണ്ടി കുത്തി.
അവൻ എൻ്റെ അണ്ണാക്കിനെ ഒട്ടിച്ചു കളഞ്ഞു. അവൻ എൻ്റെ മേൽ മരണത്തെ ചുമത്തി. ഞാൻ ക്രൂശിൽ മരണമേറ്റ് കിടന്നു. സാത്താൻ പറഞ്ഞു, കണ്ടോ, ആദാമും വീണതും മരണത്തിൽ തന്നെയാണ്, യേശുവും വീണതും മരണത്തിൽ തന്നെയാണ്. ദൈവപുത്രനാണെങ്കിൽ പോലും അവനെയും വീഴ്ത്താൻ ശക്തമായ ഒരു ആയുധം എൻ്റെ കയ്യിലുണ്ട്, ഡെത്ത്. ഒന്ന് ഉറക്കെ പറ, മരണം. സാത്താന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം മരണം. ഒന്നാമത്തെ മനുഷ്യനെ ആദാമിനെ തോൽപ്പിച്ചതും ഈ ആയുധം കൊണ്ട് തന്നെ. ഒടുവിലത്തെ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിനെ ക്രൂശിൽ തോൽപ്പിച്ചതും ഈ മരണം എന്ന ആയുധം കൊണ്ട് തന്നെ. എന്നാൽ ദിവസം 3 കഴിഞ്ഞപ്പോൾ മരണത്തിൽ നിന്ന് അവൻ വെളിയിൽ വന്നു. വെളിയിൽ വന്നപ്പോൾ സാത്താന് മനസ്സിലായി, ഇവൻ എൻ്റെ ആയുധം കൊണ്ട് വീഴുകയായിരുന്നില്ല, ഇവൻ എൻ്റെ ആയുധവർഗത്തെ വെപ്പിക്കുകയായിരുന്നു. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഞാൻ എൻ്റെ സഭയോട് ഒരു ചോദ്യം ചോദിക്കാം. ഇത് കർത്താവ് ചെയ്തതാ? ആര് ചെയ്തതാ? കർത്താവ് ചെയ്തതാ. അവൻ ആയുധവർഗം വെപ്പിച്ചു. ആമേൻ. അവൻ അവന്റെ തല തകർത്തു. അവൻ ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, മണ്ണിൽ നിന്നുള്ള ഒന്നാമത്തെ വർഗത്തോട് പറഞ്ഞു, എഴുന്നേറ്റ് വാ. മണ്ണിന്റെ ശരീരമുള്ള ഒന്നാമത്തെ തലമുറയെ ആദാമ്യ വർഗത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് വാ. ഞാൻ ചവിട്ടി അവന്റെ തല തകർത്തിട്ടുണ്ട്. പക്ഷേ അവൻ എന്നെ മാത്രമല്ല തകർത്തത്, ആദാമ്യ വർഗത്തെ തകർത്തില്ലേ? അതുകൊണ്ട് യുദ്ധം ജയിക്കുമ്പോൾ ഞാൻ മാത്രം ജയിച്ചാൽ പോരാ, മരണത്തെ നീയും ജയിക്കണം. യെസ്, യെസ്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. തിരുവനന്തപുരത്ത് നിന്ന് മരണത്തെ ജയിക്കുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. സഭ മരണത്തിന്റെ കീഴിലല്ല, സഭ മരണത്തിന്റെ മുകളിലാ. എന്നിട്ട് ഒന്നാം മനുഷ്യനായ നമ്മെ, ആദാമ്യ വർഗത്തെ അവൻ എഴുന്നേൽപ്പിച്ചിട്ടങ്ങ് നിർത്തി. എന്നിട്ട് പറഞ്ഞു, 2020 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കാലുകൊണ്ട് അവന്റെ തല തകർത്തിട്ടുണ്ട്. പക്ഷെ പോരാ, എൻ്റെ പിതാവ് നീതിയുള്ളവനാ. അവന്റെ നീതിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം പാടില്ല. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് പകരമായി ഞാൻ ചെയ്തെങ്കിൽ നിങ്ങളും അത് തന്നെ ചെയ്യണം. റോമർക്കെഴുതിയ ലേഖനത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ ദൈവവചനം ഇങ്ങനെ എഴുതി തന്നു, ആകയാൽ വേഗത്തിൽ നിങ്ങളോ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ മെതിച്ചു കളയും. ആര് മെതിക്കുമെന്ന് പറഞ്ഞേ? പറ. നമ്മൾ മെതിക്കും. ക്രിസ്തു 2000 വർഷം മുമ്പ് മെതിച്ചു. ഈ 2025 സഭ മെതിക്കും. നമ്മൾ ഓരോരുത്തരും അവന്റെ തലയെ തകർത്തു കളയും. തിരുവനന്തപുരത്ത് അവന്റെ വാഴ്ചയുടെ കോട്ടകളെ നമ്മൾ കാലുകൊണ്ട് പൊടിച്ചു കളയും. ഈ തലമുറയുടെ മേൽ അവൻ പണിത് വെച്ചിരിക്കുന്ന സകല തന്ത്രങ്ങളെയും സഭ കാലുകൊണ്ട് പൊടിച്ചു കളയും. നമ്മുടെ വീടിനകത്തും നമ്മുടെ ഭാവിയിലും നമ്മുടെ ശരീരത്തിലും അവൻ പണിത് വെച്ചിരിക്കുന്ന സകല ആയുധങ്ങളെയും നാം ക്രിസ്തുവേശുവിലൂടെ പൊളിച്ചു കളയും. അയ്യോ, എങ്ങനെ പൊളിക്കാൻ പറ്റും? അവൻ പുത്രനായിരുന്നില്ലേ? ആമേൻ. അവൻ യേശുവായിരുന്നില്ലേ? അവൻ ദൈവപുത്രനായിരുന്നില്ലേ? അവൻ പിതാവിന്റെ കൂടെ ആയിരുന്നില്ലേ? അവന് വേണ്ടി സ്വർഗം മുഴുവൻ കൂടെ ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് അവൻ തകർത്തു. ഞാൻ എങ്ങനെ തകർക്കും? നിങ്ങളിപ്പോൾ ക്രിസ്തുവിലല്ലേ? നിങ്ങളിപ്പോൾ പുത്രന്മാരല്ലേ? നിങ്ങളുടെ കൂടെ പിതാവില്ലേ? നിങ്ങളുടെ കൂടെ സ്വർഗമില്ലേ?
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവൻ നിങ്ങളുടെ കൂടെയില്ലേ? അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി മൺകൂടാരങ്ങളിൽ നിക്ഷേപമായി കൂടെയില്ലേ? ഇത് സഭ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് അവന്റെ മേൽ കാലെടുത്ത് വച്ചിട്ട് അവനെ തോൽപ്പിക്കാനുള്ള സമയമാണ്. പേടിയുണ്ടോ? ആർക്കെങ്കിലും ഭയമുണ്ടേ കൈപൊക്കിക്കോ. ഭയമില്ല. എന്താ ഭയമില്ലാത്തത്? ഒന്ന്, അവന്റെ തല എന്റെ ജ്യേഷ്ഠൻ ഓൾറെഡി തകർത്തു. മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി അവൻ എന്നെ ഉയർത്തു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കൈവശമുണ്ട്. ഞാനോ അവന്റെ ഉള്ളിലാണ്. പോരാത്തതിന് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അത്യന്ത ശക്തി എന്റെ മൺകൂടാരങ്ങളിൽ, മൺകൂടാരങ്ങളിൽ, എന്റെ ആത്മാവിൽ എന്ന് എഫേസ്യ ലേഖനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആത്മാവിലുണ്ട്. എന്റെ ദേഹിയിൽ എന്ന് തെസ്സലോനിക്ക ലേഖനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദേഹിയിലുമുണ്ട്. ശരീരത്തിൽ മരണത്തെ ജയിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടോ? ഉണ്ട്. കൊരിന്ത്യർക്ക് ലേഖനം പറയുന്നു, ഈ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ, എർത്തിലി വെസൽസിനകത്ത് അവൻ അടച്ചു വച്ചേക്കുക. സഭ ഇന്ന് റെവലേഷൻ അകത്തോട്ട് കയറട്ടെ. മരണത്തെ ജയിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നിങ്ങൾ നിറയപ്പെട്ടിരിക്കുന്നു. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ആ ബലം ഇപ്പോൾ നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ നിന്ന് പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങട്ടെ. മരണകരമായതൊന്നും നിനക്ക് ഹാനി വരുത്തുകയില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും നീ ചവിട്ടിക്കളയും. ഒന്നും ഒരു നാളും നിനക്ക് ദോഷം വരുത്തുകയില്ല. നിങ്ങൾ പാമ്പുകളെ പിടിച്ചെടുക്കും. നിങ്ങൾ മരണകരമായത് കുടിച്ചാലും ഹാനി വരികയില്ല. കാരണം ഈ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചോ. നമ്മൾ ഒരുമിച്ചത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. തിരിച്ചറിയേ. ഭാവന കാണ്. ഭാവന സങ്കൽപ്പിക്ക്. ഞാൻ എന്നിലല്ല, ഞാൻ തിരുവനന്തപുരത്തല്ല, ഞാനിപ്പോ ഈ ഒരു സഭയുടെ അകത്തുമല്ല, ഞാൻ ക്രിസ്തുവിന്റെ അകത്താണ്. എനിക്ക് ചുറ്റും ഒരൊറ്റ അന്തരീക്ഷമേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ അന്തരീക്ഷമാണ്. എനിക്ക് ചുറ്റും ഒരൊറ്റ വായുവേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ഞാൻ ശ്വസിക്കുന്നത് ക്രിസ്തുവാണ്, ഞാൻ മണക്കുന്നത് ക്രിസ്തുവാണ്, ഞാൻ രുചിക്കുന്നത് ക്രിസ്തുവാണ്. എന്നെയും അവനെയും വേർതിരിക്കാൻ കഴിയാത്തതുപോലെ I have been in the Christ. ഞാൻ അവനിലായി തീർന്നിരിക്കുകയാണ്. ഞാൻ അവനിൽ മറഞ്ഞിരിക്കുകയാണ്. ഓ സഭ, അതൊന്ന് സങ്കല്പിക്ക്. നീ രോഗത്തിലും ICUവിലും ദാരിദ്ര്യത്തിലും തകർച്ചയിലും ഒന്ന് സങ്കല്പിച്ചില്ലേ? അതേ മനസ്സുകൊണ്ട് സങ്കല്പിക്കേ. നോ, I am in Christ. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു വന്നവന്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായ യോഹന്നാൻ കണ്ടവന്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. വസ്ത്രത്തിന്റെ തൊങ്ങല് കൊണ്ട് 12 വർഷത്തെ രക്തസ്രാവത്തെ മാറ്റിക്കളഞ്ഞ ക്രിസ്തുവിന്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. മറുരൂപമലയിൽ മറ്റൊരു മുഖവും തേജസ്സും പ്രാപിച്ച് മോശയോടും ഏലിയാവിനോടും സംസാരിച്ച പുത്രന്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ജീവന്റെ അപ്പമെന്ന് പറഞ്ഞവന്റെ അകത്താണ് ഞാൻ ജീവൻ പ്രാപിച്ചിരിക്കുന്നത്. ഞാനാണ് വഴിയെന്ന് പറഞ്ഞവന്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അടച്ചിട്ടിരുന്ന മുറിയിൽ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്റെ കൈയും വിലാപ്പുറവും തൊട്ടു നോക്കൂ എന്ന് പറഞ്ഞ് അവന്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ അകത്ത് ഞാൻ ഇരിക്കുന്നു.
ക്രിസ്തുവിൽ വ്യാപരിച്ചത് മുഴുവൻ ഇപ്പോൾ എൻ്റെ മൺകൂടാരങ്ങളിലും വ്യാപരിക്കുകയാണ്. യെസ്. എന്തിനു വേണ്ടി? അവൻ ജയിച്ച ജയം ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ. ചിലതിനെ ഒപ്പിട്ട് വാങ്ങി പാക്കറ്റ് പൊട്ടിച്ച് അനുഭവിക്കാൻ കഴിയേണ്ടതിന് 2000-ലധികം വർഷമായി ഇത് നിങ്ങൾക്ക് വേണ്ടി ഡിസ്പാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ അഡ്രസ്സിൽ എത്തിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു, ഇന്ന് ഈ 31-ാം തീയതി നിങ്ങളുടെ അഡ്രസ്സിൽ അത് എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ അത് എത്തിയിട്ടുണ്ട്. വാങ്ങിച്ച് ഷെൽഫിൽ വേണേ വെക്കാം, വാങ്ങിച്ച് ബാഗിനകത്ത് വേണേ വെക്കാം, വാങ്ങിച്ചുടനെ പൊട്ടിച്ചുപയോഗിക്കാം. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറയുന്നു, വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കരുത്, വാങ്ങിച്ച് പൊട്ടിക്ക. വാങ്ങിച്ച ദൈവശക്തിയെ നിങ്ങളുടെ അകത്തുനിന്ന് അങ്ങോട്ട് തുറന്നു വിട. നിങ്ങൾ പ്രാപിച്ചതിനെ ഇപ്പോൾ നിങ്ങളുടെ മേൽ നിന്നൊന്ന് പുറത്തോട്ട് ഒഴുക്കി വിടുക. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകണം. എല്ലാ കണ്ണുകളും അടച്ചോ, ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ പകരപ്പെട്ടിരിക്കുകയാണ്. ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ പകരപ്പെട്ടിരിക്കുകയാണ്. ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ നിറയപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ദേഹിയിലേക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും ആ ശക്തിയുടെ ഒരു വലിയ പ്രവാഹം ഈ മിനിറ്റിൽ ഉണ്ടാകണം. അവന്റെ അത്യന്ത ബലത്താൽ നിങ്ങൾ നിറയേണ്ടതിന് ഈ അത്യന്ത ശക്തി നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളുടെ കൈകളിലൂടെ ഒഴുകുന്ന ദൈവത്തിന്റെ ദാനമാണെന്ന് വരേണ്ടിയതിന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അകത്തുനിന്നത് തുറന്നു വരണമെന്നുള്ള ആഗ്രഹം നിങ്ങളൊന്ന് കാണിക്കും. ഇനി ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ദൈവം എന്നോട് കാണിച്ചൊരു ദർശനം ഞാൻ പറയാം. അവസാന നാളുകളിൽ ഒരു കൂട്ടം വിശ്വാസികൾ തിരുവനന്തപുരത്ത് എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത്, ചിലർ നടന്നു പോകുമ്പോൾ അവരുടെ നിഴലടിച്ച് രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ചിലർ നടന്നു പോകുമ്പോൾ അവരുടെ കൈയാൽ മരിച്ചവർ ഉയർക്കുന്നുണ്ട്. ക്രിസ്ത്യാനിയായും വിശ്വാസിയായും ജീവിക്കാൻ അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി മാറാൻ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ തുറന്നു വിടുന്നവരായി മാറാൻ. ഇപ്പോൾ തന്നെ അത് നിങ്ങളുടെ കൈകളിലൂടെ ഒഴുകാൻ തുടങ്ങട്ടെ, ശരീരങ്ങളിലൂടെ അത് ഒഴുകാൻ തുടങ്ങട്ടെ, വസ്ത്രത്തിന്റെ തൊങ്ങലുകളിലൂടെ അത് പടർന്നൊഴുകാൻ തുടങ്ങട്ടെ. Now. Yes, yes, yes. Yes, yes, yes. അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് പത്രോസ് നടന്നപ്പോൾ, അങ്ങനെ അത്യന്ത ശക്തിയുടെ ഒഴുക്കുമായി പൗലോസ് നടന്നപ്പോൾ, എഫെസോസ് ഉണർന്നെങ്കിൽ, യെരുശലേമിൽ ഉണർവുണ്ടായെങ്കിൽ, ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ ഇത് സഭയോട് പറയുന്നു, അങ്ങനെ ഒഴുകി ഉണർന്ന് നടക്കുക. ഇപ്പോൾ അത്യുന്നതനായ എന്റെ പിതാവേ, നിന്റെ പുത്രനിൽ ഞങ്ങൾ മറഞ്ഞിരിക്കുകയും നിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിറഞ്ഞിരിക്കാനല്ല, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ അത് ഒഴുകേണ്ടതിന്, പത്രോസിന്റെ മേൽ നിന്നത് ഒഴുകിയതുപോലെ, പൗലോസിന്റെ മേൽ നിന്നത് ഒഴുകിയതുപോലെ, ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ നിന്ന് ഒഴുകി തുടങ്ങട്ടെ. Now. Yes. പരിശുദ്ധാത്മാവേ, ആ വചനം ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ തെളിയിക്കപ്പെടുകയാണ്. യെസ് 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 യെസ്. ഒഴുകുകയാണത്, ഒഴുകുകയാണത്, ഒഴുകുകയാണ്. യെസ്, അത് ഒഴുകുകയാണ്. ഈ ശക്തി ഒഴുകി വരുന്നത് വെറുതെ ആരാധിച്ചു പോകാനല്ല, അവന്റെ തലയെ ചവിട്ടിക്കളയാ. അവൻ പിടിച്ചു വച്ചിരിക്കുന്നതിനെ മുഴുവൻ തിരികെ പിടിക്കാൻ, കൊള്ള പങ്കിട്ടെടുക്കാൻ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, ഇനി കൊള്ള പങ്കിടാൻ. ആത്മാവിൽ കയറി ചെന്ന് ചിലതിനെ പിടിച്ചെടുത്തോണ്ട് വാ. ഇപ്പോൾ നസറായനായ യേശുവിന്റെ നാമത്തിൽ
അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വരുന്നു. എല്ലാവരും എഴുതി തള്ളിയ ഈ പട്ടണത്തിൽ നിന്ന് ലോക രാജ്യങ്ങളെ തേടുന്ന ഉണർവുകളെ ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നത് ഒരു പെട്ടി തുറന്നു വരുന്നത് പോലെ, ഒരു ബോക്സ് ഓപ്പൺ ആകുന്നത് പോലെ നിങ്ങളുടെ അകത്ത് ദൈവശക്തി അൺലോക്ക് ആകട്ടെ. നിറഞ്ഞ് കവിയുന്ന ഒരളവിലേക്ക്, നിറഞ്ഞ് കവിയുന്ന ഒരളവിലേക്ക് എനിക്കൊരു വലിയ നിയോഗമുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ. ശൂന്യതകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. സഭയ്ക്കകത്തുള്ള ശൂന്യതകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. സമ്പത്തിന്റെ മേലുള്ള ശൂന്യതയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ മുറിച്ചു കളയുന്നു. ബന്ധങ്ങൾക്കകത്തുള്ള ശൂന്യതകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ മുറിച്ചു കളയുന്നു. കുടുംബത്തിനകത്ത് വാഴുന്ന ശൂന്യതകളെ get out in the name of Jesus. ഞാൻ അവയെ ക്യാൻസൽ ചെയ്യുന്നു. നിറവ്, നിറവ്, പ്ലറോമ, പ്ലിരോഷ്, പ്രാകതയ. Be filled, be filled in the name of Jesus. ഒരുമിച്ച് പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. നിറയുക, നിറയുക, നിറയുക. ശൂന്യത ഇനി നിങ്ങളുടെ മേൽ തൊടുകയില്ല. സഭ ഒരുമിച്ച് അതിന്റെ പേരിൽ അത്യന്ത ശക്തിയാൽ, അമിത ബലത്താൽ ഈ ദിവസങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. താങ്ക് യു ജീസസ്. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ച് ആത്മാവിൽ എരിവുള്ളവരായി പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ ഉണ്ടെന്ന ബോധ്യത്തോടുകൂടി ഈ വരങ്ങളൊന്നും ഞങ്ങളുടേതല്ല, ഈ ജ്ഞാനം ഞങ്ങളുടേതല്ല, ഈ ശക്തി ഞങ്ങളുടേതല്ല. ദാനമായി, ദാനമായി അവ ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ അളവില്ലാതെ പറന്നിരിക്കുന്നു, അളവില്ലാതെ പകർന്നിരിക്കുന്നു, അളവില്ലാതെ പകർന്നിരിക്കുന്നു. ഓ ഓ ഈ അളക്കാൻ കഴിയാത്ത ശക്തി രോഗങ്ങളെ പൊട്ടിക്കും, ബന്ധനങ്ങളെ തകർത്തു കളയും, ശാപങ്ങളെ പൊട്ടിച്ചു കളയും, മരണത്തെ നീക്കിക്കളയും. സകലത്തിന്റെ മേലും വാഴേണ്ടതിന് അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ വസിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. Yahweh, we worship your name, Lord. എല്ലാ ബഹുമാനവും അങ്ങേക്ക്. നീ നടക്കുമ്പോൾ സ്വർഗം മുഴുവൻ ഞങ്ങളുടെ കൂടെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിൻ അധിപതിയേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഓ അത്യന്ത ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റവനെ